അപ്പോൾ തന്നെ റിയാസ്, ഞാൻ തിരിച്ചെത്താം. മുൻ MLA KK ലതിക നമ്മോടൊപ്പം ചേരുന്നു. ശ്രീമതി KK ലതിക, ഒരു സ്ത്രീവിരുദ്ധ പരാമർശം അത് വലിയ വിവാദമായിരിക്കുന്നു. പക്ഷെ അതിൽ ഖേദം പ്രകടിപ്പിക്കുന്നുണ്ട് ഹരിഹരൻ. ഈ ഖേദപ്രകടനം കൊണ്ട് അവസാനിക്കാവുന്നതാണോ ഈ സ്ത്രീവിരുദ്ധ പരാമർശം? അല്ല, ഈ സ്ത്രീവിരുദ്ധ പരാമർശം ഖേദപ്രകടനം കൊണ്ട് അവസാനിക്കുന്നതല്ല. കാരണം ടീച്ചർ അവിടെ സ്ഥാനാർത്ഥിയായി വന്ന് ഷാഫി പറമ്പിൽ അവിടെ സ്ഥാനാർത്ഥിയായതിനു ശേഷം ടീച്ചർ അപമാനിച്ചുകൊണ്ടുള്ള നിരവധിയായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തത്. നിങ്ങൾക്ക് തന്നെ കണ്ടിട്ടുണ്ടാവും, റിപ്പോർട്ടർ ചാനലിൽ പറയാത്ത അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും അടർത്തിയെടുത്ത് കൊണ്ടുവന്നു. മാതൃഭൂമി അതുപോലെ തന്നെ കാന്തപുരത്തിന്റെ ലെറ്റർ പേഡ് ഉണ്ടാക്കി അവര് പ്രചരിപ്പിച്ചു. അതിന് പുറമെ ഒരു വീഡിയോ ഉണ്ടാക്കി അത് പ്രചരിപ്പിച്ചു. ആ പ്രചരിപ്പിച്ചത് മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട് നടന്ന സൈബർ ഇടങ്ങളിൽ എത്ര സ്ത്രീവിരുദ്ധമായ പരാമർശങ്ങളാണ് ഞങ്ങൾക്ക് കാണണം. അങ്ങനെ വളരെ മോശമായ രൂപത്തിലേക്കുള്ള പരാമർശങ്ങൾ നടത്തി. അന്നൊന്നും ആരും തടയാൻ പോയില്ല. കാരണം ഇതിന് നേതൃത്വം നൽകിയത് സ്ഥാനാർത്ഥിയും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ആളും ചേർന്ന് നേതൃത്വം നൽകിയത് കൊണ്ടാണല്ലോ ഒരിക്കൽ പോലും അവർ തടയാതിരുന്നത്. ഇലക്ഷൻ കഴിഞ്ഞ് പിറ്റേ ദിവസം അതൊക്കെ മോശമായിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമല്ലോ. ഇപ്പൊ ഹരിഹരൻ ഇവരെയൊക്കെ സാക്ഷി നിർത്തിയാണ്. ഇവിടെ ഹരിഹരൻ മാത്രമല്ലല്ലോ, അവിടെ താഴെ ഇരിക്കുന്നുണ്ടല്ലോ VD സതീശൻ, അതുപോലെ ഷാഫി പറമ്പിൽ, അതുപോലെ സലാം, എല്ലാ ലീഡർഷിപ്പും താഴെ ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് എഴുന്നേറ്റ് നിന്ന് അങ്ങനെ പറയാൻ പാടില്ലെന്ന് ഇവരാരെങ്കിലും പറഞ്ഞോ? അത് കഴിഞ്ഞിട്ട് ഇവരാരെങ്കിലും പറഞ്ഞോ? അത് സമൂഹത്തിലാകെ വളരെ ശക്തമായ രൂപത്തിലേക്കുള്ള ചർച്ച വന്നപ്പോ അത് മാപ്പ് പറഞ്ഞാൽ പോരെ എന്ന് പറയുന്ന അവസ്ഥയിലേ ഉണ്ടായിട്ടുള്ളത്. ഇത് തെരഞ്ഞെടുപ്പിലുടനീളം ഞങ്ങൾ അനുഭവിച്ചതാ. ചരിത്രത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത രൂപത്തിലേക്ക് ഈ തെരഞ്ഞെടുപ്പിലുടനീളം ഞങ്ങൾ അനുഭവിച്ചാണ്. അതിന്റെ ഭാഗം തന്നെയാണ് ഇതും. ഇതുകൊണ്ട് ഇവർ തിരുത്താനൊന്നും പോകുന്നില്ല. കാരണം ഇത് തന്നെയായിരിക്കും ഇവർ തുടരുക. കാരണം ഇത്രയൊക്കെ ചർച്ച നടന്നിട്ടും ഇവിടെയും ഈ ചർച്ച ഈ രൂപത്തിലേക്ക് പരാമർശം നടത്താൻ കഴിഞ്ഞെങ്കിൽ ഇനിയും തുടരും എന്ന് തന്നെയാണ് ഞങ്ങളെ വിശ്വാസം. എന്തായാലും ശ്രീമതി KK ലതിക, അത് നാക്കുപിഴയാണ് എന്നാണ് ഹരിഹരൻ വിശദീകരിക്കുന്നത്. അത്തരത്തിൽ നാക്കുപിഴ ആണ് എന്ന് അംഗീകരിക്കാൻ കേരള സമൂഹം, പൊതുസമൂഹം തയ്യാറാകുമോ? ഒപ്പം RMPയുടെ നിലപാട് KK രമ വ്യക്തമാക്കി കഴിഞ്ഞു. ഇത് പൂർണ്ണമായും തള്ളിക്കളയുന്നു. സ്ത്രീവിരുദ്ധ പരാമർശം തെറ്റാണ്, അത് അംഗീകരിക്കില്ല എന്ന് പറയുന്ന RMPയുടെ നിലപാടിനോടും എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? എന്താണ് നാക്കുപിഴ എന്ന് പറയുന്നത്? നാക്കുപിഴ എന്ന് പറഞ്ഞാൽ ഒരു വാചകം പിഴച്ച ടീച്ചർ എങ്ങനെ എന്ത് മഞ്ജു വാര്യരൊക്കെ ആണെങ്കിൽ ഇവനൊക്കെ എന്ത് നാക്കുപിഴയാ? വളരെ കൃത്യമായി സ്ത്രീവിരുദ്ധ പരാമർശം നടത്തും. ഇവരൊക്കെ പറഞ്ഞ ആളൊക്കെ ഇല്ലേ അവിടെ? എന്തെങ്കിലും പറഞ്ഞോ? നാട്ടിൽ നിന്ന് മുഴുവൻ ഏറ്റവും ശക്തമായ എതിർപ്പ് വന്നപ്പോൾ രണ്ട് വർത്താനം പറഞ്ഞെങ്കിൽ രക്ഷപ്പെടാനാ? അത് ഒന്നും അംഗീകരിക്കാൻ കഴിയില്ല. ഇതിന് ഏറ്റവും ശക്തമായി ജനങ്ങൾക്കിടയിൽ ഏറ്റവും കൃത്യമായ രൂപത്തിലേക്കുള്ള പ്രചരണവും പ്രവർത്തനവും നടത്തി മുന്നോട്ട് പോകാന്നുള്ളത് തന്നെയാണ്. അതുപോലെ കേസ് കൊടുക്കും, വനിതാ കമ്മീഷന് കേസ് കൊടുക്കും. അതുപോലെ തന്നെ മറ്റ് ഏതെല്ലാം രീതിയിലാണോ കേസ് കൊടുക്കാൻ, എന്തെല്ലാണോ നിയമപരമായിട്ട് ചെയ്യുക, അതൊക്കെ ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത്. അതിനനുസരിച്ച് മുന്നോട്ട് പോകും എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് ആ നിയമ നടപടികളുമായി എങ്ങനെ മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്? എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് നിയമപരമായ നടപടി എടുക്കാൻ കഴിയാൻ നോക്കി അതിനാവശ്യമായ രൂപത്തിൽ വനിതാ കമ്മീഷന് പരാതി കൊടുക്കും, പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പരാതി കൊടുക്കും, ഏറ്റവും കൃത്യമായ രൂപത്തിൽ പരാതി കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത്. മറ്റൊരു കാര്യം, KK രമ പറഞ്ഞു ഇത് തെറ്റാണ് എന്ന് പറയുന്നു, ഒപ്പം അത് തള്ളിക്കളയുന്നു. അതിനോടൊപ്പം ചേർത്ത് KK രമ പറയുകയാണ് CPM നേതാക്കൾ MM മണിയും A വിജയരാഘവനും ഒക്കെ സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയിട്ടുണ്ട്, അപ്പോൾ ഇതൊന്നും ആരും തള്ളിക്കളഞ്ഞിട്ടില്ല എന്നാണ്. ഈ കാര്യത്തിനെ കുറിച്ച് മാത്രമാണ് ഇപ്പൊ അഭിപ്രായങ്ങൾ ചോദിച്ചത്. അതിനെ കുറിച്ച് എന്റെ അഭിപ്രായം കൃത്യമായി ഞാൻ പറയാം. എന്റെ അഭിപ്രായം മഹിളാ അസോസിയേഷൻ എന്നുള്ള കമ്മിറ്റി എന്ന രൂപത്തിൽ തന്നെ ആലോചിച്ചിട്ടുള്ള ഒരു അഭിപ്രായം കൂടിയാണ്. ശരി, വളരെ നന്ദി പ്രതികരണത്തിന്. റിയാസിലേക്ക് തിരികെ പോകുന്നു. റിയാസ്, ഇത്തരത്തിലുള്ള പ്രതികരണമാണ് വരുന്നത്. CPM എങ്ങനെ മുന്നോട്ട് പോകാനാണ് ആലോചിക്കുന്നത്? അതായത് ഫിജി, CPM